നമ്മുടെ റെസിപ്പി ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസില്ലേ, അതൊരു വേറൊരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നൂഡിൽസിന് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് അളവൊന്നുമില്ല, പ്രത്യേകിച്ച് കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അത് 2 പാക്ക് നൂഡിൽസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഒരു പേക്ക് നൂഡിൽസിൻ്റെ ഒരു മസാല ഇല്ലേ, ഒരു പേക്ക് മസാല മാത്രം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേക്ക് മാത്രമേ നൂഡിൽസ് ഉള്ളൂ എങ്കിൽ അര പേക്ക് മസാല നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ അവിടെ എടുത്ത് വെക്കാം, പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് അധികം വെന്ത് ഒടിഞ്ഞ് പോകരുത്. നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഒരു ഭാഗം അറിയാം. അപ്പോൾ നമ്മളിത് ഒരു ഓട്ടപാത്രത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി, ചെറിയൊരു സവാളൻ്റെ പകുതിയെ ചേർക്കുന്നത്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കം ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കം മസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി അത്രയും കൂടെ ചെറുതാക്കി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതധികം ഒന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നതിലേക്ക് മാത്രം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നൂഡിൽസിന് വേണ്ട ഉപ്പൊക്കെ അതിൻ്റെ മസാലയിൽ തന്നെ ഉണ്ടാവും. ഈ മസാലക്കും വെജിറ്റബിൾസിനും വേണ്ട ഉപ്പ് മാത്രം നമ്മളിതിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മളൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തക്കാളിൻ്റെ പകുതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് മുട്ട ഒന്ന് ഇങ്ങനെ ചിക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ അത് നല്ല ടേസ്റ്റ് വരിക. മുട്ട ചിലവരൊക്കെ മുട്ട ആദ്യം ഒന്ന് ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മുട്ടൻ്റെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പേക്കും കൂടെ മസാല ബാക്കി ഉണ്ടായിരുന്നു, നൂഡിൽസ് മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് നൂഡിൽസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബാക്കിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് നിങ്ങൾക്ക് ആവും പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കയ്യിൽ വെച്ചിട്ട് അല്ലെ 2 എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്പൂണോ എന്തെങ്കിലും വെച്ച് കണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സായി വരും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നൂഡിൽസാണ്. അധികം മസാലകളൊന്നും ചേർക്കാണ്ട് സോയാ സോസും മറ്റേ ടൊമാറ്റോ സോസ് ഇല്ലേ, അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നൂഡിൽസാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട്